എന്റെ പ്രിയപ്പെട്ട സഹോദര, നല്ല കൂട്ടുകാരന്മാരുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു കൂട്ടുകാരനെ പറഞ്ഞു തരാ. ചെറുപ്പക്കാരാ, കേൾക്കാൻ ഓടി വന്ന പെങ്ങള്, ഒരിക്കലും ചതിക്കാത്ത ഒരു കൂട്ടുകാരനെ പറഞ്ഞു തരാ. ആ കൂട്ടുകാരൻ ആരെന്നറിയോ? നിന്റെ കൂടെ ഇപ്പോഴും നടക്കുന്നുണ്ട് പെങ്ങള്. എന്റെയും നിങ്ങളുടെയും കൂടെ ഇപ്പോഴും ഈ വഅദിന്റെ മജ്‌ലിസിലുണ്ട്. ഇപ്പോഴും നിന്റെ കൂടെ നടക്കുകയാണ്. നമ്മൾ പരിചയപ്പെടേണ്ടത് ആരെയാണെന്നറിയോ? ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? പരിചയപ്പെടേണ്ടത് ആരെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാനും നിങ്ങളും അല്ലാഹുവേ, ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ആരെയാണ് കണ്ടതെന്നറിയോ? ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ആരെയാ കണ്ടത്? നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു 4 മാസം പ്രായമായപ്പോ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്തൊരു മലക്ക് കടന്നു വരികയാണ്. ഒരു മലക്ക് ഉമ്മാടെ വയറ്റിലേക്ക് കടന്നു വരികയാണ്. ആ മലക്കാണ് നിനക്ക് റൂഹ് ഊതിയത്. ആ മലക്കാണ് നിനക്ക് റിസ്ക് എഴുതിയത്. ആ മലക്കാണ് നിന്നെ മരണം എഴുതിയത്. എല്ലാ കാര്യങ്ങളും കബദാ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ മലക്ക് വന്ന് എഴുതിയിരിക്കുകയാണ്. ആ മലക്കിനെ അവിടെ നിന്ന് കാണാൻ തുടങ്ങിയതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജനിച്ച കാലം മുതൽ നമ്മുടെ ചുമലുകളിൽ 2 മലക്കുകൾ കയറിയിരിക്കുകയാണ്. 38 കൊല്ലമായിട്ട് ഒരു നിമിഷം പോലും ഈ സിറാജിനെ പിരിയാതെ എന്റെ കൂടെ നടക്കുന്നത് എന്റെ ചുമലിലിരിക്കുന്ന മലക്കുകളാ. ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങാറില്ല. ഞാൻ എന്ത് ചെയ്താലും അവരെന്നെ വിട്ട് പിരിയാറില്ല. 38 കൊല്ലമായിട്ട് ഒരു നിമിഷം പോലും ഈ വഅദ് പറയുന്ന സമയത്ത് പോലും എന്റെ 2 ചുമലിലും 2 മലക്കുകൾ ഇരിക്കുകയാണ്. അവരൊരു നിമിഷം പോലും എന്നെ വിട്ട് പിരിയാറില്ല. റബ്ബേ, ഇനി സിറാജും മരിക്കാൻ കിടക്കുമ്പോ ചുമലിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവേ, നമ്മൾ ആ മലക്കുകളെ നമുക്ക് തരുന്ന പ്രതിഫലം എന്താണ്? നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ മലക്കുകളെ നമ്മുടെ ചാരത്ത് വരികയാണ്. എന്നിട്ട് പറയുകയാ, അതാ മലക്കുകളെ നമ്മുടെ ചാരത്ത് വന്നിട്ട്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളോട് പറഞ്ഞു തരികയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറഞ്ഞു തരികയാ. വാപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂടപ്പറപ്പല്ല, കുടുംബക്കാരനല്ല, കൂടെ പഠിച്ചവനല്ല, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകൾ നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരികയാണ്. നീ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാ പഠിച്ചവനെ ആദ്യം കരയുന്നത് ആരാണെന്നറിയോ? നമ്മുടെ ചുമലിരിക്കുന്ന മലക്കുകൾ കരയുകയാ. നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ. ആ മലക്കുകൾ പടച്ചവനെ, സിറാജ് എന്നെ വിട്ട് പിരിഞ്ഞല്ലോ അല്ലാ. മലക്കുകൾ കരയുകയാണ്. മലക്കുകൾ കരയുകയാണ്. അല്ലാഹു ചോദിക്കുന്ന, നിങ്ങൾ എന്തിനാ കരയുന്നത്? സിറാജുമായി പിരിഞ്ഞല്ലോ പടച്ചവര്. ഒരു നല്ല കൂട്ടുകാരനായിരുന്നു തമ്പുരാന്. ഞങ്ങൾ പിരിയുകയാണ് പടച്ചവന്. മനസ്സു വരുന്നില്ല അല്ലാ, മനസ്സു വരുന്നില്ല അല്ലാ. ഈ വലതുതോളിലും ഇടത് തോളിലും ഇരിക്കുന്ന മലക്കുകളെ കരയുകയാണ്. അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്ന, നിങ്ങൾക്ക് പിരിയാൻ കഴിയില്ല? നിങ്ങൾ അത്രയും നല്ല ചങ്ങാതിമാരാണോ? നിങ്ങൾക്ക് പിരിയാൻ കഴിയുന്നില്ല എങ്കിൽ അല്ലാഹു പറയുകയാ, നിങ്ങൾ പിരിയണ്ട. അതാ ദുനിയാവിലിരുന്ന് ഇബാദത്ത് ചെയ്യ്. നിങ്ങൾ ദുനിയാവിലിരുന്ന് ഇബാദത്ത് ചെയ്യ്. ആർക്ക് വേണ്ടി? നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി. ഞാനും നിങ്ങളും മരിച്ചു പോയാലും നമ്മുടെ കൂടെ നടക്കുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ ഇരുന്ന് ഇബാദത്ത് എടുക്കുകയാ. അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമെന്ന് ഹദീസ് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പെങ്ങന്മാരോട് പറയുകയാ, ആരെയാണ് കൂട്ടുകാരാക്കേണ്ടതെന്നറിയോ? അല്ലാഹുവേ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ, ആ
അല്ലാഹുവിന്റെ സൈന്യമായ ആ അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളെ കൂട്ടുകാരാക്കിയ പെരുവഴിയിലെ കളയില്ലടാ ചെറുപ്പക്കാരോ. പ്രയാസമുണ്ടാകുമ്പോ നിന്നെ ഒറ്റപ്പെടുത്താറില്ല. പെങ്ങളെ, കബറിനകത്ത് കൂടെ വരുമ്പോള് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കിടക്കുമ്പോഴും ദുനിയാവിലിരുന്ന് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം നിന്റെ കബറിലേക്ക് ആ മലക്കുകൾ നിനക്ക് ഹദിയ ചെയ്യുകയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തും അവര് കടന്നു വരികയാണ്, സിറാത്തിലും അവര് കടന്നു വരികയാണ്. സ്വർഗം വരെ ആ മലക്കുകൾ നിന്റെ കൈപിടിച്ച് കൊണ്ടുപോകുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ സദസ്സിലിരിക്കുന്ന ചില വിവിഐപികളെ ഞാൻ പറഞ്ഞു തരാ. ഈ സദസ്സിലിരിക്കുന്ന ചില വിവിഐപികളെ ഞാൻ പറഞ്ഞു തരാ. ഈ നാട്ടുകാർക്ക് മുഴുവനും നിന്നെ അറിയണമെന്നില്ല. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന ചില വിവിഐപികളുണ്ട്. അവരുടെ പേരെന്താണ്, അവരുടെ ശബ്ദമേതാണ്, അവരുടെ വീടേതാണ്? ഈ സദസ്സിലിരിക്കുന്ന ചിലര് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ചിലരെ ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കും, ഈ നാട്ടുകാർക്ക് അറിയില്ലായിരിക്കും. ഈ സദസ്സിലിരിക്കുന്ന ചിലരുടെ പേര്, അവരുടെ വീട്, അവരുടെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്കറിയാം. നിന്റെ പേര് ചോദിച്ച മലക്കുകൾ വരെ പറയും എനിക്കറിയാമെന്ന്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എടോ, ഈ നാട്ടുകാരോട് നിന്റെ പേര് ചോദിച്ചാൽ അറിയണമെന്നില്ല, നിന്റെ വീട് ചോദിച്ചാൽ അറിയണമെന്നില്ല, നിന്റെ ശബ്ദം കേട്ടാൽ അറിയണമെന്നില്ല. പക്ഷെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ചില വിവിഐപികൾ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ മലക്കുകളുടെ കൂട്ടുകാരാരാ? സഹോദരി, നീ നിന്റെ കൂട്ടുകാരെയൊക്കെ വിട്. എന്നിട്ട് നിന്നെ മലക്കുകൾക്ക് അറിയുമോ എന്ന് നീ ചിന്തിക്ക്. നിന്റെ ശബ്ദം പോലും മലക്കുകൾക്ക് അറിയാം. നിന്റെ ശബ്ദം പോലും നീ ദുആ ചെയ്യുമ്പോ മലക്കുകൾ അല്ലാഹുവോട് പറയും, ഇന്ന ആളാണ് ദുആ ചെയ്യുന്നത്, ഖദീജയാണ്, ആയിഷയാണ്, ഫാത്തിമയാണ്, ആമിനയാണ്, നഫീസയാണ്, സ്വീകരിക്കണേ അല്ലാഹ് എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് പറയും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ആളാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിതങ്ങളും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ ഒരു സ്വഹാബി ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവേ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബി നബിതങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോവുകയാണ്. അബൂദർ ചിന്തിച്ചു, നബിതങ്ങൾ എന്തോ വലിയ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തോ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കയറി സലാം പറയണ്ട. അല്ലാഹുവിന്റെ റസൂല് ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ എന്തോ വലിയ ചർച്ച നടക്കുകയാണ്, ഇടയിൽ കയറി സലാം പറഞ്ഞു പ്രയാസപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് അബൂദർ റളിയല്ലാഹു തആല മിണ്ടാതെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി മിണ്ടാതെ നടന്നു പോകുമ്പോ അതാ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ നബിയേ, സലാം പറഞ്ഞില്ലല്ലോ നബിയേ. അബൂദർ സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. നബി തങ്ങൾ അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. ജിബ്രീലേ,
നിനക്ക് എങ്ങനെ അറിയാ ആ പോകുന്നത് അബൂദറാണെന്ന്, ആ സ്വഹാബിയുടെ പേര് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാ ജിബ്രീൽ? എന്റെ അബൂദറിനെ നിനക്കറിയുമോ ജിബ്രീൽ? എന്റെ അബൂദറിനെ നിനക്ക് പരിചയമുണ്ടോ ജിബ്രീൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ അത്ഭുതത്തോടെ ചോദിക്കുകയാ, എങ്ങനെയാണ് എന്റെ അബൂദറിനെ പരിചയമുള്ളത്? മദീനക്കാർക്ക് പോലും ആ സ്വഹാബിയെ വലിയ പരിചയമില്ല. മദീനക്കാർക്ക് പോലും വലിയ പരിചയമില്ലാത്ത അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ടാണ് ജിബ്രീൽ ചോദിക്കുന്നത്, സലാം പറഞ്ഞില്ലല്ലോ നബിയേ, സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാ എന്റെ അബൂദറിനെ? നിനക്ക് എങ്ങനെ അറിയാ? യാ റസൂലല്ലാഹ് ഇന്നഹു ലഫീ നബി തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ് മുത്തി നബിയേ, ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള ഏതു മലക്കിനോട് ചോദിച്ചാലും ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. എല്ലാ മലക്കുകൾക്കും പരിചയമാ, എല്ലാ മലക്കുകൾക്കും അറിയാ, എല്ലാ മലക്കുകൾക്കും അറിയാ. ഏതു മലക്കിനോട് ചോദിച്ചാലും ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. ആ മലക്കുകളുടെ ലോകത്തിലെ വിവിഐപിയാ എന്ന് പറയുന്ന സ്വഹാബി നബിതങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോവുകയാ. നബിതങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും, ജിബ്രീൽ മനുഷ്യന്റെ രൂപത്തിലാവന്ന് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അബൂദർ റളിയല്ലാഹു തആല നടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ഉസ്താദ്, അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ഉസ്താദ് ഇങ്ങനെ വലിയ എന്തോ ഒരു ചർച്ച നടക്ക കമ്മിറ്റിക്കാരുമായിട്ട്. അപ്പോഴാ നീ ഇങ്ങനെ നടന്നു പോണം, നീ വിചാരിച്ചു അല്ലാ എന്തിനാ ഇടയ്ക്ക് ഒരു സലാം പറയണേ എന്ന് കരുതിയിട്ട് നീ മിണ്ടാതെ നടന്നു പോകുന്നു. അബൂദർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്ക, ആ പോണത് അബൂദർ അല്ലേ നബിയെ? ആ പോകുന്നത് അബൂദർ അല്ലേ? സലാം പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കിയാണ് നബിയെ. നബിതങ്ങൾ ചോദിക്കുന്നു, നിനക്ക് എങ്ങനെ അറിയാ അത് അബൂദറാണെന്ന്? ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ആ പരിചയം എങ്ങനെ? അപ്പോഴാ പറയുന്നത്, നബിയെ, ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും ഈ ചങ്ങാതിയുടെ പേര് പറയും. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, മലക്കുകളുടെ ലോകത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഏത് മലക്കിനോട് ചോദിച്ചാലും പറഞ്ഞു തരും നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് മുഴുവനും പരിചയമുള്ള സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അബൂദറിനെ പരിചയപ്പെടാനുള്ള കാരണം എന്താണ്? എല്ലാ മലക്കുകളും അബൂദറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മലക്കുകൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവമുണ്ട്. പടച്ചവനെ, നബി തങ്ങൾ ചോദിക്കുകയാ, എന്ത് സ്വഭാവമാണ് ഈ പറയുന്ന ഒരു സ്വഭാവം? ആർക്കാവുള്ളത്? നിങ്ങളെ ഈ പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ മോള്? എങ്കിലും നിന്നെ ജിബ്രീലിനറിയാ, മീകായിലിനറിയാ, ഇസ്രാഫീലിനറിയാ, അസ്റായിലിനറിയാ. ഏത് മലക്കിനോട് ചോദിച്ചാലും നിന്റെ പേര് പറയും പെങ്ങള്. എടാ ചെറുപ്പക്കാരാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിളുവാൻ എന്ന് പറയുന്ന മലക്കിനറിയാം നിന്റെ പേര്. ആ സ്വഭാവം ഏതെന്നറിയോ? അബൂദർ എന്ന് പറയുന്ന സ്വഹാബിക്കുണ്ടായിരുന്ന സ്വഭാവം എന്തെന്നറിയോ? വല്ലാത്ത പരിത്യാഗിയായ സ്വഹാബിയാ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ പ്രത്യേകത എന്തെന്നറിയോ? ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പായിരുന്നു, ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പായിരുന്നു. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനോട് വല്ലാത്ത ആർത്തിയായിരുന്നു. പടച്ചവനെ, ദുനിയാവ് വലിച്ചെറിഞ്ഞടോ, ദുനിയാവ് വലിച്ചെറിഞ്ഞടോ. എന്നിട്ട് ആഖിറത്തെ സ്വീകരിക്കാൻ തയ്യാറായി. ദുനിയാവ് വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തെ ഇഷ്ടപ്പെട്ടപ്പോ അല്ലാഹ്
അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് സ്നേഹിച്ചടോ. എന്നാ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് ദുനിയാവ് മതി, നമുക്ക് ദുനിയാവ് മതി, ആഖിറം വേണ്ടടോ. മരണം എവിടെ പോയാലും ഏത് വഅദിന് പോയാലും മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനും ഇതല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. എത്രയോ നല്ല നല്ല വിഷയങ്ങൾ കിടക്കുന്നു. ഇവിടെ ചെന്നാല് ഖബറ്, മരണം, നരകം ഇതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. പേടിയാടോ. നമുക്കത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലടോ. നമ്മൾ മരണ വീട്ടിൽ പോലും പോകാത്തവരാണ്. കാരണം നമുക്ക് വെറുപ്പാടോ, നമുക്ക് വെറുപ്പാടോ. നമുക്ക് വേണ്ടത് ദുനിയാവാട്. ദുനിയാവ് വെട്ടിപ്പിടിക്കണം, ഒരുപാട് പണമുണ്ടാക്കണം, ആസ്വദിച്ച് നടക്കണം, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഇന്നത്തെ ചെറുപ്പക്കാര് പറയുന്നത് ഉസ്താദേ ജീവിതം ആസ്വദിക്കാനുള്ളതാ, നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. എവിടെയോ സ്വപ്നലോകത്താ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. സ്വർഗമുണ്ടെന്നും മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്നൊക്കെ പറയുന്നല്ലോ. ഉസ്താദേ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ മാറില്ല ഉസ്താദ്, എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ മാറില്ല ഉസ്താദ് എന്ന് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരാ, പെങ്ങളെ, ആരാ പറഞ്ഞത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന്? ജീവിതം ആസ്വദിക്കാനുള്ളതെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? ഒരിക്കലും ചിന്തിക്കല്ലേ പെങ്ങള്. അല്ലാഹു നിന്നെ സുഖിക്കാനല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കാനല്ലടാ. കണ്ണുപിടിച്ച് കഞ്ചാവടിച്ച് പെണ്ണ് പിടിച്ച് സുഖിച്ച് ആസ്വദിച്ച് ഇഷ്ടമുള്ളത് തിന്നും കുടിച്ചും ആസ്വദിച്ചും നടക്കാനല്ല. നിനക്കൊക്കെ തോന്നിയതുപോലെ നടക്കാനല്ല എന്റെ പെങ്ങള്. ഔറത്ത് മറയ്ക്കാതെ നിനക്കൊക്കെ ഫർദ ഇട്ടുകൊണ്ട് ഏതു പേക്കൂത്തും കാണിച്ചിട്ട് എങ്ങനെയും നടക്കാമെന്ന് നീയൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അല്ലാഹു പറയുന്നു, നിന്നെയൊക്കെ ഞാൻ പടച്ചിരിക്കുന്നത് അതിനു വേണ്ടിയല്ല. ഞാൻ പറയുന്നത് അനുസരിക്കണം. നീയൊക്കെ എന്റെ അടിമകളാണ്. എടാ സിറാജ്, നീ എന്റെ അടിമയാടാ. അല്ലാഹു എന്നോട് പറയുന്നു നീ എന്റെ അടിമയാണെന്ന്. നിന്നെ ഞാൻ പടച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് പോലെ ജീവിക്കാരാ. ഞാൻ പറയുന്നതേ നീ തിന്നാവോ, ഞാൻ പറയുന്നതേ നീ കുടിക്കാവോ, ഞാൻ പറയുന്നതേ നീ ധരിക്കാവോ, ഞാൻ പറയുന്നതേ നീ ചെയ്യാവോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അതിരുകൾ വെച്ചിരിക്കുകയാണ്. അല്ലാഹു പറയുന്നത് പോലെ വേണം ജീവിക്കാൻ. യജമാനം പറയുന്നത് പോലെ വേണം അടിമ ജീവിക്കാൻ. അല്ലാതെ പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ അഹങ്കാരികളെ പോലെ അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ പടച്ചവനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിക്കെട്ട് നിനക്കൊക്കെ തോന്നിവാസികളെ പോലെ ജീവിക്കാനാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹമെങ്കിലും ചെറുപ്പക്കാരാ. സിറാജേ, നീയൊക്കെ എത്ര തലകുത്തി കിടന്ന് വഅദ് പറഞ്ഞാലും ഞങ്ങള് മാറില്ല, ഞങ്ങള് മാറില്ല. മാറണ്ടടാ ചെറുപ്പക്കാരാ. ആസ്വദിച്ച് നടന്നോ മോനെ, ജീവിതം ആസ്വദിച്ച് നടന്നോ മോനെ. നീയൊക്കെ എങ്ങനെ വേണമെങ്കിലും നടക്കടാ ചെറുപ്പക്കാരാ. എന്റെ വഅദ് കേൾക്കാമെന്ന പെങ്ങള്, ഇന്ന് ഫർദ് നിനക്കൊരു കേവലം ഒരു മറയാ പൊന്നുമോള്. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഇന്ന് ഫർദ് മറയാടോ. ഈ ഫർദ് ഇട്ടുകൊണ്ട് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. കണ്ടാ സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ജീവിതമാണ് എന്റെ ചെറുപ്പക്കാരാ. കള്ളു കുടിക്കാൻ, കഞ്ചാവടിക്കാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ഭയമില്ലടാ മോര്. കുറ്റിവീടി വലിക്കുന്നത് പോലെ വലിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, ഉസ്താദേ നിങ്ങളൊന്ന് വലിച്ചു നോക്ക്. എന്തൊരു രസമാണെന്നറിയോ, എന്തൊരു സുഖമാണെന്നറിയോ. എടാ വേണ്ടടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, ജീവിതം സുഖിക്കാനുള്ളതല്ല. ഞങ്ങളൊക്കെ നരകമുണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നു, എവിടെയാ നരകമിരിക്കുന്നത്? സിറാജേ, ആകാശത്തിന്റെ മുകളിലാണോ, ഭൂമിയുടെ അടിയിലാണോ, അതോ കടലിലാണോ? എവിടെയാ സിറാജേ? അല്ലാഹു നരകം
പടച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, വിശ്വാസം വരുന്നില്ലേടാ മോനെ? ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ പറയുമ്പോ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോ നിങ്ങൾക്കൊക്കെ വിശ്വസിക്കാമല്ലാത്ത മടിയാണ്. കളിയാക്കുകയല്ലേ, പരിഹസിക്കുകയല്ലേ? എങ്കിലും ബുദ്ധി കൂടി എന്റെ ചെറുപ്പക്കാരനോട് ചോദിക്കട്ടെ, ഒരുപാട് വ്യത്യാസമുള്ള പെങ്ങള്, നരകം എവിടെയാണെന്ന് കാണണോ മോളെ? അല്ലാഹുവിന്റെ നരകം നിനക്കൊക്കെ കാണണോ? എങ്കിലും കൊണ്ടുവരുവടി പൊന്നുമോള്. നിന്റെ കണ്ണിന്റെ ഉള്ളില് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. കാണുമടാ ചെറുപ്പക്കാരാ. എന്റെ യുവത്വത്തോട് പറയുകയാണ്, 3000 കൊല്ലം അല്ലാഹു കത്തിച്ച ഭയാനകമായ നരകമുണ്ടല്ലോ. ആ നരകത്തെ അല്ലാഹു നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവരുമടാ ചെറുപ്പക്കാരാ. എപ്പോഴാണെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുന്ന ഒരു ദിവസമുണ്ടടാ പൊന്നുമോര്. അന്ന് ഭയങ്കര പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നീയൊക്കെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നീട്ടിയിട്ട് കടന്നു വരുന്നവർ, 2 നാവുമായി കടന്നു വരുന്നവർ, പൊഴുത്തു നാറിയവരെ പോലെ ദുർഗന്ധമടിക്കുന്ന കോലത്തില് കടന്നു വരുന്നവർ, ഇതുപോലെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരും പെങ്ങള്. അന്ന് നിന്റെ മുഖത്ത് വല്ലാത്ത ഭയമാ, നിനക്ക് വല്ലാത്ത പേടിയാ. നിന്റെ തല പോലും ഒന്ന് ഉയർത്തി നോക്കാൻ നിനക്ക് ഭയമുള്ള ദിവസമാ. അങ്ങനെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ചൂടെടുക്കുന്നോ ചെറുപ്പക്കാരാ? ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ സങ്കടപ്പെടുന്ന ഉമ്മ, ഇതൊക്കെ വിയർപ്പാണോ ഉമ്മ? എന്റെ ചെറുപ്പക്കാരാ, ചൂടാണോ മോനെ? 11:45 അതാ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടും നിനക്ക് ചൂടാ, വിയർപ്പാ. സുബ്ഹാനല്ലാഹ്, ചൂടുള്ള നാളുണ്ടേ ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലുലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തന്നു ചെന്നാ കോള. നാളെ നിന്റെ ഉമ്മ ചോറ് വെക്കുമ്പോ അടുക്കളയിൽ പോകണേ ചെറുപ്പക്കാരാ, പോകണേ പെൺകുട്ടികള്. നിന്റെ ഉമ്മ നാളെ വീടിന്റെ അടുക്കളയിൽ ഇരുന്ന് ചോറ് വെക്കുമ്പോ ആ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളയ്ക്കുകയാണ്. അതിങ്ങനെ മുകളിലൂടെ വെളിയിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. ഇങ്ങനെ കാണുന്ന ഉമ്മ, നാളെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസറ. അല്ലാഹുവിന്റെ കോടതിയിലെ ഞാനും നിങ്ങളും പേടിച്ച് വിറച്ചവരെ പോലെ ഉടുതുണിയില്ലാതെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. വാപ്പയില്ല, ഉമ്മയില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, ഒരാളും സഹായിക്കാനില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിനോട് ജിബ്രീൽ വിളിച്ചു പറയുന്നു, മാലിക്കേ, നരകത്തെ കൊണ്ടുവാ മാലിക്, നരകത്തെ കൊണ്ടുവാ മാലിക്. അല്ലാഹുവേ,
കിടക്കുന്ന വള്ളം വലിച്ചെടുക്കുന്നത് പോലെയല്ലടാ ചെറുപ്പക്കാരാ.